നല്ല തകർപ്പൻ ടേസ്റ്റസ് തേടിയുള്ള ഒരു തനിനാടൻ ടേസ്റ്റ് ബഡ്സിൻ്റെ യാത്രയാണ് ഫുഡ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ. പ്രധാനമായിട്ടും ന്യൂയോർക്കിലെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. പല രുചികൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് വ്യത്യസ്തമായ റെസ്റ്റോറൻറ്റുകൾ, വ്യത്യസ്തമായ ഫുഡ് ഇവയൊക്കെ ട്രൈ ചെയ്യുന്നു. അത് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നു. ഫുഡിൽ നിങ്ങളോടൊപ്പം ഞാൻ ശീതൾ. നല്ല സ്റ്റേക്ക് കഴിക്കണമെന്നുള്ള മോഹവുമായിട്ട് ഞങ്ങൾ ചെന്നെത്തിയത് റൂട്ട്സ് ക്രിസ് സ്റ്റേക്ക് ഹൗസിലാണ്. US-ലുടനീളം 100-ലധികം ശാഖകളുള്ള ഒരു ചെയിൻ റെസ്റ്റോറൻ്റാണ് റൂട്ട്സ് ക്രിസ് സ്റ്റേക്ക് ഹൗസ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു സ്റ്റേക്ക് ഹൗസിൻ്റെ കഥകൾ പറയുകയാണെങ്കിൽ. ശരിക്കും ഇവിടെ USDA പ്രൈം കാറ്റഗറിയിലുള്ള സ്റ്റേക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, അത് മാത്രമേ സെർവ് ചെയ്യാറുള്ളൂ. സോ ഇന്ന് റൂട്ട്സ് ക്രിസ് സ്റ്റേക്ക് ഹൗസിൻ്റെ വിശേഷങ്ങൾ കാണാം ഫുഡിൽ. ഒരു വെഡിങ് ആനിവേഴ്സറി ഡിന്നറിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ ഇവിടെ ചെന്നത്. അപ്പം നേരത്തെ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഡിന്നറിന് സമയം കിട്ടിയത് വൈകുന്നേരം 5 മണിക്കായിരുന്നു. സോ യൂഷ്വലി വലിയ തിരക്കൊന്നും ആയി തുടങ്ങിയിട്ടില്ല, പക്ഷേ ആ ഒരു സ്ലോട്ട് മാത്രമേ ഓപ്പൺ ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് നമ്മളത് എടുത്തു. ആ സമയത്ത് അവിടെ ചെന്നു. നമുക്ക് കിട്ടിയ സെർവറിൻ്റെ പേര് വിൻകി എന്നായിരുന്നു. പുള്ളിക്ക് നമ്മുടെ നാട്ടുകാരിയൊന്നും അല്ല, പക്ഷെ നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമേ വന്ന് ചോദിച്ചു, അമിതാഭ് ബച്ചനെ അറിയാമോ, ഹൃതിക് റോഷനെ അറിയാമോ എന്നൊക്കെ. മെനുവിൻ്റെ കാര്യമൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ പുള്ളി നമ്മളോട് ചോദിക്കുന്ന കാര്യം ഇതൊക്കെയാണ്. ആൾ കുറേ ഹിന്ദി സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, ഭയങ്കര ഫാനായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി ആ ടേബിളൊക്കെ നല്ലതായിട്ട് സെറ്റ് ചെയ്ത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബ്രെഡും ബട്ടറും ഒക്കെ സെർവ് ചെയ്തിട്ട് ആദ്യം തന്നെ ഡ്രിങ്ക്സിലേക്ക് പോയി. സോ നമ്മൾ ഓർഡർ ചെയ്തത് പോമിഗ്രാനേറ്റ് മാർട്ടിനി ആയിരുന്നു. നല്ല പോമിഗ്രാനേറ്റും ക്രാൻബെറിയും ഒക്കെ കൂടി ചേർന്ന ഒരു ബ്ലെൻഡായിട്ടുള്ള നല്ലൊരു സ്മൂത്ത് ആൻഡ് ടാങ്കി ടേസ്റ്റുള്ള നല്ലൊരു ഡ്രിങ്ക്. പിന്നെ രണ്ടാമത്തെ ഡ്രിങ്ക് ഒരു ബ്ലാക്ക്ബെറി സൈഡ് കാർ എന്ന് പറയുന്ന ഒരു ഡ്രിങ്കാണ്. VSOPയിൽ അങ്ങനെയൊരു അല്ലെങ്കിൽ കോണിയാക്കിൽ അങ്ങനെ ഒരു ബെറി ടേസ്റ്റ് വരുന്ന ഡ്രിങ്ക്സ് അധികമൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അതും ഒരു നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. ഡ്രിങ്ക്സും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അപ്പറ്റൈസേഴ്സിൻ്റെ വരവ്. 2 അപ്പറ്റൈസേഴ്സ് ഓർഡർ ചെയ്തു. അപ്പറ്റൈസേഴ്സ് ഒക്കെ ആണെങ്കിലും നല്ലൊരു ഷെയറബിൾ ക്വാണ്ടിറ്റിയാണ്. സോ ആദ്യം ഓർഡർ ചെയ്തത് വീൽ ഓസോ ബുക്കോ റാവിയോളിയാണ്. ഒരു പാസ്ത ഡിഷാണ്. അതിൽ പക്ഷേ യൂസ് ചെയ്തേക്കുന്ന മീറ്റ് വീലാണ്. സോ ഈ വീൽ എന്നുള്ള ഒരു വാക്ക് എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് അധികം ഒന്നും ഉപയോഗിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ബീഫ് തന്നെയാണ്, പക്ഷേ കാഫാണ്. കുഞ്ഞുങ്ങളെ 12 മാസം വരെയുള്ള ആ ഒരു പ്രായത്തിൽ ഇതിനെ വീലെന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ മീറ്റ് നല്ല ടെൻഡർ ആയിരിക്കും, കൊളസ്ട്രോൾ ഒന്നും അധികം കാണില്ല. അപ്പോൾ കുറച്ചുകൂടെ ഡിമാൻഡുണ്ട് വീലിൻ്റെ ഡിഷസിന്. നമ്മൾ ഓർഡർ ചെയ്ത പാസ്ത നല്ല സാഫ്രോൺ സോസും ബേബി സ്പിനാച്ചും ഒക്കെ ഇട്ട് അതിൽ കുക്ക് ചെയ്തെടുത്തേക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിരുന്നു. സാധാരണ ഒരു റാവിയോളി കഴിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ കലമാരി, നമ്മുടെ കൂന്തൽ കണവ എന്നൊക്കെ പറയുന്ന ഫ്രൈഡ് കലമാരി ആയിരുന്നു. സാധാരണ മിക്ക കടകളിലും ചെന്ന് കഴിഞ്ഞ് ഫ്രൈഡ് അല്ലെങ്കിൽ ബ്രെഡഡ് കലമാരി നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം മിക്കവാറും ഒക്കെ ഈ ഒരു കോട്ടിങ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് കാണാം. പക്ഷേ ഇത് നല്ല ക്രിസ്പി ആയിട്ട്, എന്താ പറയുക, ആ ഒരു ബ്രെഡിങ് ഒന്നും പോകാതെ നല്ല പോപ്കോൺ കഴിക്കുന്ന പോലെ ഇങ്ങനെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നി. അത്രയ്ക്കും നല്ലൊരു ക്രിസ്പി, നല്ല ഫ്രഷ് ആയിട്ടുള്ള കലമാരി ആയിരുന്നു. ഒപ്പം തന്നെ സ്വീറ്റ് ആൻഡ് സ്പൈസി ഒരു സോസും ഉണ്ടായിരുന്നു. അപ്പം ഒരു എന്താ പറയുക, ഒരു മധുരവും എല്ലാം കൂടെ ചെന്നൊരു ഫ്രൈഡ് കൂടെ മധുരവും എരിവും എല്ലാം കൂടെ ചേർന്നൊരു നല്ലൊരു ടേസ്റ്റ്. സോ ഇനി മെയിൻ ഐറ്റം ആയിട്ടുള്ള സ്റ്റേക്കിൻ്റെ വരവാണ്. ഇവിടുത്തെ സ്റ്റേക്ക് എല്ലാം കുക്ക് ചെയ്യുന്നത് 1800 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. സോ ഇവരുടെ ബ്രോയിലർ എന്ന് പറയുന്നത് അങ്ങനെ സ്പെഷ്യലായിട്ട് ഇവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്തേക്കുന്ന ബ്രോയിലറാണ്. ശരിക്കും റൂത്ത് എന്ന് പറയുന്ന വനിത, അവർ തൻ്റെ 2 മക്കളെ വളർത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ക്രിസ് സ്റ്റേക്ക് ഹൗസ് എന്ന് പറഞ്ഞ് വിൽക്കാനിട്ടിരിക്കുന്ന സ്റ്റേക്ക് ഹൗസ് വാങ്ങിക്കുകയും കുറേയേറെ പരീക്ഷണങ്ങളൊക്കെ നടത്തി ഇങ്ങനൊരു ബ്രോയിലർ അല്ലെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചറിൽ വേണം സ്റ്റേക്ക് കുക്ക് ചെയ്യാൻ. അതുപോലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, നേരത്തെ പറഞ്ഞ പോലെ USDA പ്രൈം, അതായത് മൊത്തം ബീഫിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 5% മാത്രമേ ഈ ഒരു പ്രൈം ലേബിൾ കിട്ടുകയുള്ളൂ. അത്രയും ക്വാളിറ്റിയുള്ള സ്റ്റേക്ക് തിരഞ്ഞെടുത്ത് ഒരിക്കലും അത് ഫ്രീസ് ചെയ്യാതെ 28 ദിവസം അവരത് ഫ്രിഡ്ജിൽ വെക്കും, അതിനുശേഷം സീൽ ചെയ്യുമെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അതിൻ്റെ ടേസ്റ്റും അറിയാനുണ്ട് കേട്ടോ. സോ അപ്പം നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ഫിലെ മെഡാലിയൻ വിത്ത് ഷ്രിമ്പാണ്. സോ ഫിലെ മെഡാലിയൻ എന്ന് പറയുന്നത് ആ ഒരു കട്ടിൻ്റെ പ്രത്യേകതയാണ്. വലിയ വലിപ്പമില്ലാതെ കുറച്ച് തിക്കായിട്ട് ഈ ബീഫിൻ്റെ ഒരു കട്ട് എടുത്ത് അതിൻ്റെ കൂടെ സീ ഫുഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു കോമ്പിനേഷനിൽ ഫിഷും മീറ്റും കൂടെ വരുന്നതിനെ സർഫ് ആൻഡ് ടർഫ് എന്ന് വിളിക്കാറുണ്ട്.
സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഔൺസിലുള്ള സ്റ്റേക്കൊന്നും കഴിക്കാനുള്ള സ്ഥലം ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ചെറിയൊരു പോർഷൻ ഓർഡർ ചെയ്തത്. ഹസ്ബൻഡ് ഓർഡർ ചെയ്തത് അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ റൂത്തിന് തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ബോൺ ഇൻ ന്യൂയോർക്ക് സ്ട്രിപ്പാണ്. സോ ഈ ഇരിക്കുന്ന പാത്രമൊന്നും കണ്ടിട്ട് ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിക്കരുത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് സ്റ്റേക്ക് വിളമ്പുന്ന ആ ഒരു പ്ലേറ്റ് അവർ 500 ഡിഗ്രി ഫാരൻഹീറ്റിലുള്ളൊരു ഓവനിൽ വെച്ചിരിക്കും. ആ ചൂടുള്ള പാത്രത്തിലേക്കാണ് സ്റ്റേക്ക് വെക്കുന്നത്. അതിൻ്റെ പുറത്ത് അവർ ബട്ടർ ഇടും. കാരണം ഫുൾ ടൈം സ്റ്റേക്കിൻ്റെ ആദ്യത്തെ ബൈറ്റ് മുതൽ അവസാനത്തെ ബൈറ്റ് വരെ അതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, ആ ഒരു ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ സ്പെഷ്യലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഒരു സിസ്ലിംഗ് ബബ്ലി പ്ലേറ്റ്, അല്ലെങ്കിൽ അത്രയും ചൂടുള്ള ഒരു പ്ലേറ്റിലെ സെർവിങ് ഒക്കെ. അപ്പം നമ്മൾ കാണാം ന്യൂയോർക്ക് സ്ട്രിപ്പ് സ്റ്റേക്ക്, ബോൺ ഇൻ ന്യൂയോർക്ക് സ്ട്രിപ്പ് സ്റ്റേക്ക്, അത് ഒരു 19 ഔൺസിൻ്റെ കട്ടാണ്. ഒരു മീഡിയം റെയർ ക്വാളിറ്റി ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. കൂട്ടത്തിൽ തന്നെ സൈഡ് ഡിഷായിട്ട് ഒരു സ്വീറ്റ് പൊട്ടറ്റോ കാസറോളും കൂടെ ഓർഡർ ചെയ്തിരുന്നു. എൻ്റെ പൊന്നോ, അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒരു ഡെസേർട്ട് എന്നാണ് വിളിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡ് ഡിഷ് എന്നല്ല വിളിക്കേണ്ടത്. ക്യാൻഡി പീക്കാൺ ക്രസ്റ്റാണ് അതിൻ്റെ മുകളിൽ. ഷെയറബിൾ ക്വാണ്ടിറ്റി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്റ്റേക്ക് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ടേസ്റ്റും, ഇവർ സ്റ്റേക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നമ്മൾ മസാലയൊന്നും ഇടാറില്ല കേട്ടോ. ശരിക്കും അവരുടെ വലിയ ഷെഫൊക്കെ പറയുന്നത് നല്ല സോൾട്ടും പെപ്പറും ഇട്ട് കറക്റ്റ് ടെമ്പറേച്ചറിൽ അത് കുക്ക് ചെയ്ത് നല്ല ബട്ടറും വെച്ച് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ് എന്നാണ് ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുള്ളത്. സോ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സൈഡ് ഡിഷും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ലതായിട്ട് നമ്മുടെ ആ ടേസ്റ്റ് ബാലൻസ് ചെയ്യും. ഇത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ വയറ് നിറഞ്ഞു. അവിടുത്തെ 1-2 ഡിഷും കൂടെ, അതായത് സീ ഫുഡ് ടവർ, ലാം ചോപ്സ്, ഇതൊക്കെ ട്രൈ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ആഗ്രഹിച്ചാണ് പോയത്. പക്ഷേ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ കാരണം പിന്നൊന്നും കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആനിവേഴ്സറി ആണല്ലോ, അപ്പോൾ നമുക്ക് ഡിസേർട്ട്സ് വേണം. ഹസ്ബൻഡ് ഒരു ഐറിഷ് കോഫി ഓർഡർ ചെയ്തു. ഞങ്ങൾ ഷെയർ ചെയ്യാനായിട്ടൊരു ബ്രെഡ് പുഡിങ്ങും ഓർഡർ ചെയ്തു. ശരിക്കും ഐറിഷ് കോഫി ഒരു ഇച്ചിരി ആൽക്കഹോളാണ്, ഐറിഷ് ക്രീമൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്. പിന്നെ ആനിവേഴ്സറിക്ക് ബ്രെഡ് പുഡിങ്, നല്ല സിന്നമണി റേസിൻ ടേസ്റ്റൊക്കെ ഉള്ളൊരു ബ്രെഡ് പുഡിങ്ങിൻ്റെ പുറത്ത് ആ ഒരു സോസൊക്കെയും ആ ക്യാൻഡിലും കൂടെ ഒക്കെ കൊണ്ടുവന്ന് ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ എഴുതി കഴിക്കാനല്ല, അതിലേക്ക് തന്നെ നോക്കിയിരിക്കാനാണ് തോന്നിയത്. ആദ്യം ഒരു സെക്കൻഡ് ഒരു ഡിസേർട്ട് കൊണ്ട് ഓർഡർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അവിടുത്തെ സ്പെഷ്യൽ ചീസ് കേക്ക്, അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഫുൾ ക്രസ്റ്റ് ചുറ്റുമുണ്ട്. ഒത്തിരി ചീസി അല്ല, ഒരു സോർ ക്രീമിഷ്, ഒരു ടാങ്കി ടേസ്റ്റും സ്വീറ്റ് ടേസ്റ്റും കൂടെ ഉള്ള ഒരു ചീസ് കേക്കാണ്. സോ അതും കൂടെ വാങ്ങിച്ച് കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങളത് പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. ഇതാണ് ആ ഒരു ഡിഷ്. അപ്പം റൂത്ത് ക്രിസ് സ്റ്റേക്ക് ഹൗസ് എന്ന് പറയുന്ന, ശരിക്കും ആദ്യ കാലങ്ങളിൽ ഒരു വുമൺ ഓൺ അല്ലെങ്കിൽ ഫുള്ളി സ്ത്രീകൾ മാത്രം എല്ലാ മേഖലകളിലും, ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും സ്ത്രീകൾ മാത്രം റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു റെസ്റ്റോറൻറ്റ് 1960-70 കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയൊരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ്. ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ശാഖയാണിത്. ആ ഒരു ക്വാളിറ്റി ഇന്നും അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ടേസ്റ്റിന് റൂത്തിനൊരു ഹാറ്റ്സ് ഓഫ് കൊടുത്തുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. ടേക്ക് കെയർ. ബൈ ബൈ.